Ever tried, ever failed. No matter, try again, fail, fail better. ഒരാഴ്ച തികഞ്ഞിട്ടില്ല. സഞ്ജുവിന് വേണ്ടി ഞാൻ തിലകിനെ മാറ്റണോ, സഞ്ജുവിന് വേണ്ടി ഞാൻ അഭിഷേകിനെ മാറ്റണോ എന്ന് ഒരൽപ്പം പുച്ഛം കലർന്ന ഭാവത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് താരങ്ങൾക്കും ഇതേ സഞ്ജു സാംസൺ കോൺഫിഡൻസ് നൽകി. അത് ലിറ്ററലി നോക്കൗട്ടായ രണ്ട് മത്സരത്തിൽ. ഒടുക്കം ഈഡൻ ഗാർഡൻസിൽ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്ന് നടത്തിയ ശേഷം അതേ സൂര്യയെ കൊണ്ട് തൊപ്പി അഴിപ്പിച്ച് ആദരവ് പിടിച്ചു വാങ്ങിച്ചു. ഒറ്റപ്പേര്, സഞ്ജു വിശ്വനാഥ് സാംസൺ. രണ്ടായിരത്തി 2015 സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത്. തൻ്റെ 20ാം വയസ്സിൽ. വർഷം 2026 സഞ്ജുവിന് 31 വയസ്സും. ഈ 11 വർഷ കാലയളവിൽ സഞ്ജു ആകെ കളിച്ചത് 66 അന്താരാഷ്ട്ര മത്സരങ്ങൾ മാത്രമാണ്. ഒരു പതിറ്റാണ്ടിലേറെ സജീവ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടും ഇത്ര കുറവ് മത്സരം കളിച്ച ലോകത്തെ തന്നെ ചുരുക്കം താരങ്ങളിൽ ഒരാളാകും സഞ്ജു. കഴിവോ ഫോമോ അല്ലല്ലോ സഞ്ജുവിനെ താഴുന്നതിലെ മാനദണ്ഡം. അയാൾ ഒടുക്കം കളിച്ച ഏകദിനത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചാണ്. പിന്നീട് ഇങ്ങോട്ട് ഏകദിനത്തിൽ പരിഗണിച്ചതേയില്ല. ഏറ്റവും ഒടുവിൽ ഏറെ നാളത്തെ മുറവിളികൾക്കൊടുവിൽ സാക്ഷാൽ ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കി BCCI സഞ്ജു സാംസണെ ലോകകപ്പിനുള്ള ടീമിൽ ഓപ്പണറായി ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി എടുത്തപ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു. സാധാരണ അത്തരം പ്രിവിലേജ് സഞ്ജുവിന് കിട്ടാറില്ലല്ലോ. അയാൾ നടക്കുന്ന വഴികളിലത്രയും മുള്ള് വിരിച്ചിരിക്കാറാണല്ലോ പതിവ്. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര, അതിലെ അവസാന മത്സരം, അതായത് ലോകകപ്പിന് തൊട്ട് മുൻപുള്ള അവസാന മത്സരം സഞ്ജുവിൻ്റെ തിരുവനന്തപുരത്ത്. സ്റ്റേജ് സെറ്റ്. ഇനി അയാളുടെ കരിയറിൽ ഒരു കാവ്യനീതിയാകും. എല്ലാവരും സ്വപ്നം കണ്ടു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ന്യൂസിലൻഡിനെതിരെ 5 മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തി. അപ്പുറത്ത് ഇഷാൻ കിഷൻ കത്തിക്കയറി. കാര്യങ്ങൾ പൊടുന്നനെ കീഴ്മേൽ മറിഞ്ഞു. ഇന്ത്യക്ക് പുതിയ ഓപ്പണിംഗ് ജോഡിയെത്തി. സഞ്ജു സാംസൺ ചില ട്രോളന്മാർ പറയും പോലെ ബെഞ്ചു സാംസണായി. ലോകകപ്പിലെ ഓപ്പണറാകുമെന്ന് കരുതിയവൻ വാട്ടർ ബോയിയായി. USA-ക്കെതിരായ മത്സരത്തിൽ പുറത്തിരുത്തിയതോടെ തുടർച്ചയായ 2ാം ലോകകപ്പിലും സഞ്ജു കരയിലിരുന്ന് കളി കാണേണ്ട അവസ്ഥയിലായി. എന്നാൽ അഭിഷേക് ശർമ്മയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ സഞ്ജുവിനെ പരിഗണിച്ചു. അന്ന് 8 പന്തിൽ 22 റൺസ് എടുത്ത് ഇന്ത്യക്ക് മിന്നൽ തുടക്കം നൽകി. പിന്നെയും പുറത്തിരുത്തി. തുടരെ വന്ന ലെഫ്റ്റീസിനെതിരെ എല്ലാ ടീമുകളും ഓഫ് സ്പിന്നർമാരെ വെച്ച് വീഴ്ത്തിയിട്ടും ഇന്ത്യ മാറ്റത്തിന് തയ്യാറായില്ല. ഒടുക്കം സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ ഇന്ത്യ സിംബാബ്വെക്കെതിരെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തി. സഞ്ജുവിനും ഇന്ത്യക്കും ഡു ഓർ ഡൈ മാച്ച്. ചെപ്പോക്കില ഇന്നിങ്സ് അധികം നീണ്ടില്ലെങ്കിലും അമ്പേ പരാജയമായ അഭിഷേകിന് കോൺഫിഡൻസ് നൽകി. 1 ഡൗണിൽ ഇഷാൻ സെറ്റായി. ഫിനിഷർ റോളിൽ തിലക് കത്തിക്കയറി. ഒരിക്കൽ കൂടി സഞ്ജു സ്റ്റാർട്ട് ചെയ്ത മാച്ചിൽ ഇന്ത്യ ആ ഇൻറ്റൻറ്റ് കാണിച്ചു. അടുത്തത് ലിറ്ററലി ക്വാർട്ടർ ഫൈനൽ. എതിരാളികൾ വെസ്റ്റ് ഇൻഡീസ്. മത്സരം ഇന്ത്യയുടെ ഐക്കോണിക്കായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. സഞ്ജുവിനെ സൂര്യ വിശ്വസിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 196 എന്ന വലിയൊരു റൺമല ഇന്ത്യക്ക് മുന്നിലിട്ടു. ലോകകപ്പിൽ ഇതുവരെ 180-ന് മുകളിൽ ഇന്ത്യ 3 തവണയാണ് ചേസ് ചെയ്യാനിറങ്ങിയത്. 3 തവണയും ഇന്ത്യ പരാജയപ്പെട്ടു. 150-ന് മുകളിൽ 3 തവണയാണ് ചേസ് ചെയ്ത് വിജയിച്ചത്. ആ 3 തവണയും പ്ലെയർ ഓഫ് ദ മാച്ച് ഒരാളായിരുന്നു. ചേസ് മാസ്റ്റർ ഒരേയൊരു വിരാട് കോഹ്ലി. അതുപോലെയൊരു താരത്തെയാണ് നിർണായക ഘട്ടങ്ങളിൽ ഇന്ത്യ കുറച്ച് നാളായി മിസ് ചെയ്യുന്നതും. ഈഡനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചേസിന് ഇന്ത്യ ഇറങ്ങി. അഭിഷേക് കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടെടുത്ത താളം എവിടെയോ കളഞ്ഞിരുന്നു. സഞ്ജുവിനെ വരവേറ്റത് മാത്യു ഫോർഡയുടെ ഒരു ഇൻസ്വിംഗർ ആയിരുന്നു. അപകടം നേരിയ വ്യത്യാസത്തിലാണ് പുറത്തുപോയത്. ഷൈഹോപ്പ് 3ാം ഓവർ അക്കീൽ ഹുസൈനെ ഏൽപ്പിച്ചു. സ്പിന്നറയിട്ട് ഇന്ത്യയെ കുരുക്കുന്ന എല്ലാവരും ഈ ലോകകപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം. പക്ഷേ സഞ്ജു അത് നിർവീര്യമാക്കി. പോയിന്റിലേക്ക് ബൗണ്ടറി അടിച്ചാണ് സഞ്ജു അക്കീലിനെ സ്വീകരിച്ചത്. അടുത്ത പന്ത് ബാക്ക്വേർഡ് സ്ക്വയറിലൂടെ 6 പറന്നു. ഓവർ മിഡ് വിക്കറ്റിലൂടെ 4ാം പന്തും 6 അടിച്ച് സഞ്ജു നയം വ്യക്തമാക്കി. എന്നാൽ മറ്റേ അറ്റത്ത് വിക്കറ്റുകൾ ഓരോന്ന് പൊഴിഞ്ഞുകൊണ്ടിരുന്നു. 11 റൺസിന് അഭിഷേകും വലിയ ചെറുത്തുനിൽപ്പില്ലാതെ ഇഷാനും മടങ്ങി. ഇതിനിടെ സൂര്യയെ കാഴ്ചക്കാരനാക്കി 10ാം ഓവറിൽ സഞ്ജു അർദ്ധ സെഞ്ചുറി തികച്ചു. വെറും 26 പന്തിൽ. സൂര്യയും പിന്നീട് പാണ്ഡ്യയും തിലകും മടങ്ങിയെങ്കിലും സഞ്ജു രക്ഷാപ്രവർത്തനം തുടർന്നു. അപ്പോഴും 200-നടുത്ത് സ്ട്രൈക്ക് റേറ്റ് സഞ്ജു കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദുബൈ വന്ന് ആശങ്കകൾ ബൗണ്ടറിയിലേക്ക് പായിച്ചു. അവസാന ഓവറിൽ സഞ്ജുവിന് സ്ട്രൈക്ക്. 6 പന്തിൽ വിജയിക്കാൻ വേണ്ടത് 7 റൺസ്. റൊമാരിയോ ഷെഫേർഡ് എറിഞ്ഞ ആദ്യ പന്ത് സ്ക്വയർ ലെഗിലേക്ക് ഫ്ലിക്ക് ചെയ്തു സഞ്ജു സ്കോർ ഒപ്പം എത്തിച്ചു. 2ാം പന്ത് മിഡോണിലേക്ക് ബൗണ്ടറി അടിച്ച് ഇന്ത്യയെ വിജയത്തിലേക്കും സെമിയിലേക്കും സഞ്ജു ഒറ്റയ്ക്കെത്തിച്ചു.
സഞ്ജു സ്പെഷ്യൽ സാംസൺ. കമന്ററി ബോക്സിലെ ആദ്യ ശബ്ദം അതായിരുന്നു. ക്രീസിൽ മുട്ടുകുത്തിയിരുന്ന് കുരിശി വരച്ച് സഞ്ജു പ്രാർത്ഥിച്ചു. പൊതുവെ അത്തരം വികാര പ്രകടനങ്ങൾ അധികം കാണിക്കാത്ത സഞ്ജു തൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഒരു വേള അയാളോട് ദൈവം അപ്രകാരം അരുൾ ചെയ്തിരിക്കണം. ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന റൺ ചേസ് അസാധ്യമെന്ന് തോന്നിച്ചത് സഞ്ജു സാധ്യമാക്കി. അപാരമായ മനക്കരുത്തോടെയും കണക്കുകൂട്ടലോടെയും. വിരാടിന്റെ പാകിസ്ഥാനെതിരായ ഇന്നിംഗ്സാണ് പലരും താരതമ്യപ്പെടുത്തിയത്. ചേസിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനവും സഞ്ജു സ്വന്തം പേരിലാക്കി. മറികടന്നത് കോഹ്ലിയുടെ 82 നോട്ടൗട്ട്. ലോകകപ്പിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വ്യക്തിഗത സ്കോറും ഈഡനിൽ പിറന്നു. സുരേഷ് റെയ്നയുടെ സെഞ്ചുറിക്ക് തൊട്ടരികിലായി സഞ്ജുവിന്റെ 97 നോട്ടൗട്ട്. 2020-ൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായും സഞ്ജു മാറി. കളിയിലെ താരമായി മറ്റാരെയും സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധം സഞ്ജു ആ ഡു ഓർ ഡൈ മാച്ച് തൻ്റേതാക്കി മാറ്റി. ഈ ലോകം മുഴുവൻ എനിക്കൊപ്പം നിൽക്കുന്ന പോലെ. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന കാലം തൊട്ട്, രാജ്യത്തിനായി ജേഴ്സി അണിയുന്ന സമയം തൊട്ട് ഈ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇതൊരു സ്പെഷ്യൽ ജേണിയാണ്. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ടു. എനിക്ക് എന്നെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്നെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി. ഈ ഫോർമാറ്റിൽ വർഷങ്ങളായി കളിക്കുന്നു. കോഹ്ലി, രോഹിത്, ധോണി അടക്കം ഇതിഹാസങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചു. സാഹചര്യങ്ങൾക്കനുസരിച്ച് എപ്രകാരം കളിക്കാമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. സഞ്ജു പ്ലെയർ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം നേടിയ ശേഷം പറഞ്ഞു, സഞ്ജു കളിച്ചതൊരു സ്പെഷ്യൽ ഇന്നിങ്സ് ആയിരുന്നു. ഈ മത്സരത്തിൻ്റെ ക്രെഡിറ്റ് അയാൾക്ക് നൽകുന്നു. വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് സഞ്ജുവിൻ്റെ ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമുള്ളതാണ്. നല്ല ആളുകൾക്ക് നല്ലത് സംഭവിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കളിക്കാതിരുന്ന സമയത്തും അവൻ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് കൂടിയാണിത്, സൂര്യകുമാർ പറഞ്ഞു വെച്ചു. കാമായുള്ള സഞ്ജുവിൻ്റെ ഇന്നിങ്സ് കാണുന്നത് തന്നെ ഹരമായിരുന്നു. ക്രിക്കറ്റ് ദൈവം സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ പോസ്റ്റ്. മോഹൻലാലിനെ പോലെ ക്രിക്കറ്റിൽ എല്ലാ റോളും ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കൽ സഞ്ജു പറഞ്ഞിരുന്നു. അതേ മോഹൻലാലും മമ്മൂട്ടിയുമടക്കം സകല മേഖലകളിൽ നിന്നുള്ളവരും സഞ്ജുവിനെ വാഴ്ത്തിപ്പാടി. കുറേയൊക്കെ പ്രവചനം സത്യമായിരുന്നെങ്കിലും പാക് മുൻതാരം മുഹമ്മദ് ആമിർ പറഞ്ഞിരുന്നു ഇന്ത്യ സെമിയിൽ കയറില്ലെന്ന്. അഭിഷേകിന്റെ ഫോം ഉൾപ്പെടെ ആമിറിന്റെ പല പ്രവചനങ്ങളും എഴുത്തി പോലെ കേട്ട ചിലരെങ്കിലും പേടിച്ചിരുന്നു. ആമിർ, ഇതുവരെ നിങ്ങളുടെ പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായിരുന്നു. ഇനി ആ കണക്കുകൂട്ടലൊക്കെ അങ്ങ് തെറ്റും. ഞങ്ങൾക്കൊരു പുതിയ ചേസ് മാസ്റ്റർ വന്നിട്ടുണ്ട്. പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ. വാര്യർ പറയും പോലെ ഇനി അയാളുടെ കാലമല്ലേ. 2026 മാർച്ച് 1 സഞ്ജുവിൻ്റെ പേരിൽ അറിയപ്പെടട്ടെ.